മെഡിക്കൽ സാമ്പിളുകൾ മോഷണം പോയതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. മെഡിക്കൽ കോളേജ് ആശുപത്രി HI ഗ്രേഡ് 1 ജീവനക്കാരനായ അജയ്കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങൾ നൽകാനായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഗുരുതരമായ വീഴ്ചയിൽ ഒരു ജീവനക്കാരനെതിരെ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുകയാണ്. ഈ ഒരൊറ്റ ജീവനക്കാരന്റെ വീഴ്ച മാത്രമാണോ ഈ ഒരു അനാസ്ഥയിലേക്ക് നയിച്ചത്? ഇനി കൂടുതൽ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? അതേസമയം ഈ അക്രക്കച്ചവടക്കാരന് എവിടെ നിന്ന് ഈ സാമ്പിൾ ലഭിച്ചു എന്നതിലൊരു വ്യക്തത വന്നോ? എന്തായാലും നിലവിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ HI ഗ്രേഡ് 1 ജീവനക്കാരനായ അജയ്കുമാറിനെതിരെയാണ്. അജയ്കുമാറിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച ഒരു ജീവനക്കാരിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും ഈ സാമ്പിളുകൾ ഇത്തരത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് വഴി ലാബിലേക്ക് എത്തിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ സാമ്പിൾ പുറത്ത് എത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് വിശദീകരണം നൽകേണ്ടത് അജയ്കുമാർ തന്നെയാണ്. ആ വിശദീകരണം എങ്ങനെയാകും എന്നുള്ളതനുസരിച്ചാകും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഹിമ, ശരി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സാമ്പിളുകൾ നഷ്ടമായതിൽ 17 സാമ്പിളുകളാണ് നഷ്ടമായത്. അതിലിപ്പോൾ HI ഗ്രേഡ് 1 ജീവനക്കാരനായ അജയ്കുമാറിനെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.